നമസ്കാരം. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോവുകയാണ്. 20 വർഷത്തിന് ശേഷം സൗദിയിലെ ജയിലിൽ നിന്ന് മോചിതനായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. രാവിലെ 7:25 കരിപ്പൂരിൽ വിമാനമിറങ്ങും. ജനകീയ ഇടപെടലിലൂടെയാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിച്ചത്. 34.35 കോടി രൂപയാണ് ദിയാധനമായി നൽകിയത്. 24ന്റെ ഇടപെടലാണ് റഹീമിന്റെ മോചനത്തിൽ നിർണായകമായത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും അജി കുഞ്ഞുമോൻ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജലീൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ സന്തോഷമുള്ള വാർത്തയാണ്. എപ്പോഴേക്ക് അബ്ദുൾ റഹീം നാട്ടിലെത്തും? അല്പസമയത്തിനകം എത്തുമെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ് കൃഷ്ണ, ഉന്മേഷ്. 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാട്ടിലെത്തുകയാണ്. അബ്ദുറഹീം ഇപ്പോൾ വിമാനത്തിലാണുള്ളത്. ഏതാണ്ട് 7:30 ശേഷം, രാവിലെ 7:30 ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിൽ അബ്ദുറഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇന്നലെയാണ് അബ്ദുറഹീം ജയിൽ മോചിതനായത്. ജയിൽ അധികൃതർ തന്നെ നേരിട്ട് ജയിലിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. രാത്രി 12 മണിക്കായിരുന്നു റിയാദിൽ നിന്ന് വിമാനം പുറപ്പെട്ടത്. കരിപ്പൂരിൽ IX 322 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അബ്ദുറഹീം യാത്ര തിരിച്ചത്. ബലിപെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം ഉമ്മയോടൊപ്പം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് മെയ് 19 26-ാം തീയതി മോചന ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഫൈനൽ എക്സിറ്റും ലഭിച്ചു. 2 പതിറ്റാണ്ടിന് ശേഷം അബ്ദുറഹീം ഇന്ന് നാട്ടിലെത്തുകയാണ്. 2006 നവംബറിൽ ആണ് സൗദി അറേബ്യയിൽ അബ്ദുറഹീം എത്തിയത്. ആദ്യമായി എത്തുകയായിരുന്നു. 2006 ഡിസംബറിൽ തന്നെ ആ കൊലപാതകം, ആ മരണം കേസ് ആസ്പദമായ സംഭവം നടക്കുകയും ചെയ്തു. തന്റെ പരിചരണത്തിലുള്ള രോഗിയായ സൗദി ബാലൻ കൊല്ലപ്പെട്ടു എന്നതാണ് കേസ്. ഭിന്നശേഷിക്കാരനായിരുന്നു ആ ബാലൻ. അബ്ദുറഹീമും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ചില കാര്യങ്ങളിൽ വാക്കുതർക്കമുണ്ടായി. സൗദി ബാലൻ ഘടിപ്പിച്ചിരുന്ന ശ്വാസം ലഭിക്കാൻ വേണ്ടിയുള്ള ഉപകരണം അത് വേർപെട്ടു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിക്കാൻ അബ്ദുറഹീം ശ്രദ്ധിച്ചില്ല. കുറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഈ കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്. ആ വധശിക്ഷ പിന്നീട് റദ്ദായി. 15 മില്യൺ സൗദി റിയാൽ ദിയാധനം സൗദി ബാലന്റെ കുടുംബത്തിന് നൽകിയതോടുകൂടി പിന്നീട് പൊതു അവകാശ കേസായിരുന്നു. പൊതു അവകാശ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ 20 വർഷത്തെ കാലാവധിയാണ് ഈ കഴിഞ്ഞ 19-ാം തീയതി അവസാനിച്ചത്. അബ്ദുറഹീമിന് മാപ്പ് ലഭിക്കാൻ, വധശിക്ഷയിൽ നിന്ന് മാപ്പ് ലഭിക്കാനുള്ള ചർച്ചയൊക്കെ നടക്കുന്നത് 2023 അതിന് കാരണം അനന്തരാവകാശികളുടെയൊക്കെ പ്രായമായി. അബ്ദുറഹീമിൻ ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ സഹോദരന്മാർക്കൊക്കെ പ്രായമാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. 2024 ഏപ്രിൽ 16 മുമ്പ് 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടിയോളം രൂപ ദിയാധനമായി നൽകിയാൽ മാപ്പ് നൽകാം എന്നായിരുന്നു അന്ന് സൗദി ബാലന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പണം സ്വരൂപിക്കാൻ മലയാളികൾ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. 24-ഉം വളരെ ചെറുതല്ലാത്ത പങ്ക് ഇതിൽ വഹിച്ചു. തുടർച്ചയായ വാർത്തകൾ നൽകി ഫണ്ട് കണ്ടെത്തുന്നത് വരെ നമുക്ക് ആവുന്നത് ചെയ്യാൻ നമ്മുടെ ചെയർമാൻ ആലുങ്കൽ സാറും SKNും ഒക്കെ പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റു മാധ്യമങ്ങളും ചാരിറ്റി നടത്തുന്ന വ്യക്തികളും സംഘടനകളും എല്ലാം സജീവമായി ഈ സമയത്ത് രംഗത്തിറങ്ങിയിരുന്നു. അങ്ങനെ ദിയാധനമായ 15 മില്യൺ റിയാൽ, 34 കോടിയോളം രൂപ ആവശ്യമുള്ള സ്ഥാനത്ത് 47 കോടിയോളം രൂപയാണ് മലയാളികൾ എല്ലാവരും കൂടി സമാഹരിച്ചത്. 2024 മെയ് അവസാനമായപ്പോഴേക്കും ഈ പണം നാട്ടിൽ നിന്ന് സൗദിയിൽ എത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ വർഷം 2024 ജൂൺ 3 ഈ ചെക്ക് സൗദി റിയാദിലുള്ള ഗവർണറേറ്റിന് കൈമാറി പണം കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. അതോടെ ഈ കുടുംബം മാപ്പ് നൽകി. 2024 ജൂൺ 2 വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നത്. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CP മുസ്തഫ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിയാദിലെ റഹീം സഹായ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. ശ്രീ CP മുസ്തഫ, ഗുഡ് മോർണിംഗ്. റഹീം നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. 7:30 കരിപ്പൂരിലിറങ്ങും. വലിയൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ. താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷത്തെ കാണുന്നത്? ഗുഡ് മോർണിംഗ്. വളരെ
സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് റിയാദിലെ പ്രവാസികളായ എല്ലാ ആളുകളും അത്രമാത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റഹീമിനെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിൽ കഴിഞ്ഞ ഏകദേശം 16 വർഷത്തോളമായി നിലവിൽ ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഏകദേശം ആ സമയം മുതൽ ഇതിന് നേതൃത്വം തന്ന ഞങ്ങളുടെയൊക്കെ പ്രിയ നേതാവ് ശ്രീ അഷ്റഫ് വേങ്ങാട്, അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് റഹീം. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം ഇതിൽ ഒരു പ്രധാന ഘടകമായിരുന്നു. അദ്ദേഹം അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ആ നേതൃത്വം ഞങ്ങൾക്കൊക്കെ ആ നേതൃത്വം തന്നു. അതിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് അബ്ദുറഹീം പെരുന്നാൾ കൂടാൻ റഹീമിന്റെ ഉമ്മയുടെ അടുത്ത് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ റിയാദിലുള്ള എല്ലാ പ്രമുഖ സംഘടനകളും എല്ലാ സംഘടനകളും ഈ പ്രവർത്തന രംഗത്ത് അതായത് ഇന്നലെ അദ്ദേഹം റഹീം ഇവിടുന്ന് വിമാനത്തിലേക്ക് കയറുന്നത് വരെ ഓരോ നിമിഷവും റിയാദ് പൊതുസമൂഹം വളരെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയും എക്സിറ്റ് അടിച്ചു കഴിഞ്ഞെങ്കിൽ പോലും എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എയർപോർട്ടിൽ നിന്ന് കയറുന്ന സമയം വരെ ഒരു വല്ലാത്ത ഒരു ടെൻഷനായിരുന്നു. അബ്ദുറഹീം കയറി പോകുന്ന ആ നിമിഷം വളരെ സന്തോഷകരമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. ശരി, എന്തായാലും വളരെ നന്ദി. ഈ ഒരു നല്ല ഉദ്യമത്തിൽ അത്രയും ആക്റ്റീവായി പ്രവർത്തിച്ചതിന് എല്ലാ മലയാളികൾക്കും പ്രവാസി മലയാളികൾക്കും അതിന് നേതൃത്വം നൽകിയ അങ്ങടക്കമുള്ള എല്ലാവർക്കും ഞങ്ങളുടെയും നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഇനി അജി കുഞ്ഞുമോനിലേക്കാണ് നമ്മൾ പോകുന്നത്. അജിയുണ്ട് അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്ന്. അജി, വെരി ഗുഡ് മോർണിംഗ്. 2 പതിറ്റാണ്ടിന് ശേഷം മകൻ മടങ്ങി വരികയാണ്. ഒരു ബലിപെരുന്നാളിൽ ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും ആ കാത്തിരിപ്പും ഒക്കെ. തീർച്ചയായിട്ടും ഡോക്ടർ ഉന്മേഷ്, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷത്തിലാണ് അബ്ദുറഹീമിൻ്റെ നാടും ഒപ്പം തന്നെ വീടും ഉള്ളത്. കാരണം അത്രത്തോളം ആഹ്ലാദത്തിലാണ്. ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അബ്ദുറഹീമിൻ്റെ കുടുംബം, പ്രത്യേകിച്ച് ഉമ്മയടക്കമുള്ള ആളുകൾ വലിയ തലത്തിലുള്ള ഒരു ആനന്ദത്തിലും ഒപ്പം തന്നെ അവർക്ക് അത്രയും പറയാൻ വാക്കുകളിൽ അത്രയും വലിയ ഒരു ആശ്വാസത്തിലൊക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് റഹീമിൻ്റെ വീട്ടിലാണ്. വീട്ടിൽ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മറ്റാളുകൾ ഇവിടേക്കൊക്കെ വരുന്നുണ്ട്, നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. കാരണം 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ റഹീം എത്തുക. എനിക്കൊപ്പമുള്ളത് അബ്ദുറഹീമിൻ്റെ സഹോദരൻ നസീറൊക്കെയാണ്. നസീറക്ക, പെരുന്നാൾ ദിവസമാണ് ഇന്ന്. സന്തോഷമല്ല എല്ലാം കൊണ്ടും? എല്ലാം കൊണ്ടും സന്തോഷമാണ്. അവന് ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എമിഗ്രേഷൻ്റെ വിഷയം ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. കയറിന് ശേഷം നമുക്ക് എന്താ പറയുക പൂർണ്ണമായിട്ട്. ഇനി ഞാൻ മറ്റൊരു കാഴ്ച കാണിക്കട്ടെ. ഇതാണ് ഫ്ലൈറ്റിൽ ഇരുന്നുള്ള ഫോട്ടോ. അതെ 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 അത് അവർ കയറിന് ശേഷം അവിടുന്ന് വിട്ടു തന്നതാണ്. അതെ അതെ അതെ. എന്താണ് പറയാനുള്ളത്? 20 വർഷങ്ങൾക്ക് ശേഷം അടിയിലെ കാണുകയാണ്. അതെ അതെ, ഇനി ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ 7:30 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ എത്തും. എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുന്നതാണ്. എന്തായാലും വലിയ പെരുന്നാളും വലിയൊരു ആഘോഷം, 20 വർഷത്തിന് ശേഷമുള്ള ഒരു ആഘോഷം ഒന്നിച്ചായതുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സഹായിച്ചവരെ മറക്കുന്നില്ല, എല്ലാവരെയും എന്താ നല്ല മനസ്സോടു കൂടി കാണുകയാണ്. എന്ന് വലിയ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നല്ലേ? ആ ബന്ധുക്കളൊക്കെ ഒരുവിധമൊക്കെ തന്നെ രാത്രി വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോച്ച വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബോച്ച വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. ക്രൗഡ് പണ്ടിൻ്റെ അന്ന് ആ സമയത്തൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. എന്തായാലും വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഒപ്പം തന്നെ ഡോക്ടർ ഉന്മേഷ്, വലിയ തലത്തിലുള്ള ഒരു ആവേശം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തവുമാണ്. കാരണം 20 വർഷങ്ങൾക്ക് ശേഷം സഹോദരനെ നേരിട്ട് കാണുന്ന ഒരു സഹോദരൻ്റെ സന്തോഷവും ഒപ്പം തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം മകനെ കാണുന്ന ഒരു അമ്മയുടെ ആനന്ദവും നമ്മൾക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 20 വർഷത്തെ പെരുന്നാൾ ദിവസങ്ങൾ, വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഒക്കെ ഈ വീട്ടിൽ ഈ മകൻ്റെ വരവും കാത്ത് മകൻ്റെ ആദിയെ ഓർത്ത് വേദനിക്കുന്ന കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പെരുന്നാളിൽ, ബക്രീദ് ദിനത്തിൽ, വലിയ പെരുന്നാൾ ദിനത്തിൽ വലിയ തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ആ വരവിനായി, അതായത് അബ്ദുറഹീമിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അന്ന് അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു നാടൊന്നാകെ ഒത്തുകൂടിയ ആ ഒരു വീട്, ആ വീട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ആ വീട്ടിലേക്കാണ് അബ്ദുറഹീം അല്പസമയത്തിനകം തന്നെ വരുന്നത്. 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ അബ്ദുറഹീമിനെ സ്വീകരിക്കാൻ
ഈ സഹായ സമിതി ഉള്ള ആളുകൾ, നിയമസഹായ സമിതിയുടെ ആളുകളൊക്കെ തന്നെ ഉണ്ടാകും. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് അബ്ദുറഹീം വരുന്നത്. ഏതായാലും വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് അബ്ദുറഹീമിന്റെ നാടും വീടും. ക്രിസ്റ്റീന, ഉന്മേഷ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. 7:25 അവിടെ അബ്ദുൾ റഹീം വിമാനം ഇറങ്ങുക. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ സമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. വലിയ പെരുന്നാൾ ദിനത്തിൽ അബ്ദുൾ റഹീമിനെ കാത്തിരിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഞാനുള്ളത്. ഇവിടെയും ഒരുപാട് ആളുകൾ അബ്ദുൾ റഹീമിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫ്ലൈറ്റ് റഡാറിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 7:31 ഈ വിമാനം റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ IX-322 വിമാനം കരിപ്പൂരിൻ്റെ മണ്ണിൽ നിലം തൊടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ചെറുതായി മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു പരിമിതിയാകില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 7:31 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഈ ഇന്റർനാഷണൽ അറൈവലിലൂടെ ആയിരിക്കും അബ്ദുൾ റഹീം പുറത്തേക്ക് വരിക. ഒരു പക്ഷേ ഇത്രയധികം കാലം ആളുകൾ, അതായത് അദ്ദേഹം വിദേശത്തെത്തിയ ഉടനെ തന്നെ ഈ കേസിലകപ്പെട്ട് ജയിലിൽ ആവുകയായിരുന്നു. പിന്നീടുള്ള 20 വർഷക്കാലത്തോളം ഒരു വലിയ സഹനത്തിൻ്റെ ഒരു കാലമായിരുന്നു, ഒരു അതിജീവന കാലമായിരുന്നു. ഒരു പെരുന്നാൾ ദിനത്തിൽ തന്നെ, ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ ജന്മനാട്ടിലേക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ നാട്ടിലുള്ള അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയടക്കമുള്ള അനേകായിരം മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാടധികം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി അബ്ദുൾ റഹീമിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടേക്ക് എത്തിച്ചേർന്ന മറ്റ് യാത്രക്കാരുടെ, മറ്റാളുകളെ പിക്ക് ചെയ്യാനും ഒക്കെ വന്ന ആളുകളും എല്ലാം ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുൾ റഹീം വരുന്ന സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 7:31 തന്നെ ഇവിടേക്ക് എത്തും. സൗദി സമയം രാത്രി 11:55 ഈ വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. ജയിൽ ഉദ്യോഗസ്ഥർ മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഉണ്ട് എന്നുള്ളതാണ് സഹായ സമിതി അറിയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും അവരെല്ലാവരും തന്നെ വളരെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ മറ്റാളുകളെ പിക്ക് ചെയ്യാൻ വന്ന ആളുകൾ പോലും അബ്ദുൾ റഹീമിന്റെ മോചന വിവരം ഇന്ന് എത്തുന്നു എന്നുള്ള വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹീം വരുന്ന വിവരം അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടാൻ വന്നതാണോ? അല്ല, ഞാനിവിടെ അടുത്തുള്ള തന്നെ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയാണ്. അതിനുവേണ്ടി വന്നത്? അതെ, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ട. ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ അദ്ദേഹം വരുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. വളരെ സന്തോഷം. കാരണം കുറേ വർഷങ്ങളായിട്ട് മുമ്പ് വരുന്നു പറഞ്ഞിട്ട് നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും അതിൻ്റെ ഒരു ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പക്ഷേ മലയാളി മുഴുവൻ കൈകോർക്കുകയും ലോകത്തുള്ള എല്ലാ മലയാളികളും അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നതും ആ ധനസമാഹരണം ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ പൂർത്തിയാക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ പണം നൽകിയ ശേഷവും എന്തുകൊണ്ട് ഇങ്ങനെ മോചനം വൈകുന്നു എന്നുള്ള വലിയ വിഷമങ്ങളൊക്കെ, വലിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ആശങ്കകൾക്കെല്ലാം തന്നെ അറുതിയായിരിക്കുന്നു. അബ്ദുൾ റഹീമിൻ്റെ ബന്ധുക്കൾ അല്പസമയം മുൻപ് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിമാനത്തിൽ കയറുന്നത് വരെ ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ആ ആശങ്കയുടെ കാർമേഘം നീങ്ങിയിരിക്കുന്നു. അബ്ദുൾ റഹീം അല്പസമയത്തിനകം തന്നെ തൻ്റെ ജന്മനാടിൻ്റെ മണ്ണ് തൊടും. കരിപ്പൂരിൻ്റെ ടേബിൾ ടോപ്പ് റൺവേയിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യ വിമാനം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അതിൽ ഏറ്റവും വലിയ സവിശേഷത, പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലിയ പെരുന്നാൾ ദിനത്തിലാണ്. ഇന്ന് വലിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അബ്ദുൾ റഹീമിന് സാധിക്കില്ലെങ്കിലും ഉച്ചയ്ക്ക് ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും, ബന്ധുക്കളെ കാണാൻ കഴിയും. അതൊക്കെ ഒരു വലിയ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ ഒന്നടങ്കം പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അബ്ദുൾ റഹീമിന്റെ ഈ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. എന്തായാലും 7:31 കരിപ്പൂരിൽ ആ വിമാനം, എയർ ഇന്ത്യ വിമാനം ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ഉന്മേഷ്, ക്രിസ്റ്റീന. ഓക്കെ, എന്തായാലും വലിയ പെരുന്നാളിന് വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ കണ്ണുനീരിന് അറുതി വരുത്താൻ ലോക മലയാളികൾ ഒന്നിച്ച് ചേർന്ന ഒരു കേരള മാതൃക കൂടി. ഇന്ന് ബലിപെരുന്നാളാണ്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച് വിശ്വ സാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദാഘോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബക്രീദ് അഥവാ ബലിപെരുന്നാളിന്റെ നിറവിലാണ് ലോകം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ദിവസം. ഈദുൽ അദ്ഹ അഥവാ ആത്മസമർപ്പണത്തിന്റെ ആഘോഷം എന്നാണ് ബക്രീദ് അറിയപ്പെടുന്നത്.
പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ബക്രീദ്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ബലിയർപ്പിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയോട് മനസ്സു പതറാതെയാണ് ഇബ്രാഹിം നബി പ്രതികരിച്ചത്. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടമാക്കിയ ഇബ്രാഹിമിനെ നാഥൻ ചേർത്തുപിടിച്ചു എന്നാണ് വിശ്വാസം. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകളില്ലാതെ മക്കയിൽ ഒരുമിക്കുന്ന വിശ്വാസികളുടെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. ഭക്തിനിർഭരമായ കൂട്ടായ്മകൾ ഒരുക്കി അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മാറുകയാണ് ബക്രീദ്. എല്ലാവർക്കും 24-ന്റെ ബക്രീദ് ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും സ്മരണകളാണ് ബലിപ്പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വീണ്ടെടുപ്പാണ് ഈ നാളുകളിൽ കാണാൻ കഴിയുന്നത്. ആത്മധൈര്യത്തോടെ ദൈവത്തിന്റെ മാർഗത്തിൽ എല്ലാവരും മുന്നോട്ടു പോകണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ ജീവിതത്തെ പുനർനിർവചിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ. കാരണം ജീവിതത്തിന് തിരക്കുകൾക്കിടയിൽ നമ്മൾ പല മൂല്യങ്ങളും മറന്നു പോവുകയാണ്. അവിടെയാണ് ബലിപെരുന്നാൾ നമ്മെ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ആത്മസമർപ്പണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ മാർഗത്തിൽ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അത് ബലിപെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കുക, ആഘോഷപൂർവ്വം ഈ ദിവസത്തെ കൊണ്ടാടുക, സ്നേഹപൂർവ്വം ഈ ദിവസം എല്ലാവരുമായി പങ്കുവെക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. റെയ്ഡിന് പിന്നാലെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ. വീണാറ്റി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനും തീരുമാനം. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ അവസാനിക്കുന്നില്ല, തുടർ നടപടികളിലേക്ക് ഇടി പോകും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഇനി കൃത്യമായി ഈ രേഖകൾ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻപിലുള്ള അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത്. കാരണം ഇന്നലെ നിർണായകമായിട്ടുള്ള രേഖകൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് EDയുടെ വാർത്താക്കുറിപ്പ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചു വരുന്നു. ഒപ്പം തന്നെ ഈ CMRL നിന്ന് കൈക്കൂലിയായി പണം പറ്റിയ മറ്റ് ആളുകളെ കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി ഇതിൽ നടക്കുമെന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, കേരളം ഇതുവരെ കാണാത്തുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തായിരിക്കും EDയുടെ നടപടി എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യത കൂടിയാണ് നിലനിൽക്കുന്നത്. കാരണം പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ചില വ്യക്തത കുറവുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിശദമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു സഹായമാണ് CMRLന് എക്സാലോജിക് കമ്പനി കൊടുത്തത്, സൊല്യൂഷൻ കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായി നിൽക്കുന്നത്. അതിന്റെ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു. അങ്ങനെ ED പറയുന്നത് ഏകദേശം 18 കോടിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും 18 കോടി രൂപയുടെ തുക മരവിപ്പിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു. അതിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ഈ കേസ് മുന്നോട്ട് പോകും. അത് ഇതുമായി, അതായത് ഏതൊക്കെ രേഖകൾ ലഭിച്ചു ആ രേഖകളിലൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ, CMRL ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്, അതിന്റെ തുടർ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചലനമാകാനും പോകുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ. പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ ED നടപടിയിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ CPIM. ഇന്നലെ CPIM മാത്രം പ്രതിഷേധമുയർത്തി. ഇന്ന് LDF ആ വിഷയം ഏറ്റെടുക്കാൻ പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ LDFന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. വിവരങ്ങളുമായി ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജിബിൻ, കഴിഞ്ഞ ദിവസം CPIMൽ ഒതുങ്ങി നിന്ന ആ ഒരു പ്രതിഷേധം അത് ഇടതുമുന്നണിയിലേക്ക് ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് വരുന്നു. അപ്പോൾ വലിയ പ്രതിഷേധങ്ങളായിരിക്കാം ഇന്നത്തെ ദിവസം കേരളം കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടും പോകുന്നുണ്ടല്ലോ.
മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് ഉന്മേഷ്. അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ദിവസം ഈ ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിനെ നേരിട്ടത് CPM പ്രവർത്തകർ മാത്രമാണ്. നമ്മൾ കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം എല്ലാ ജില്ലാ കമ്മിറ്റികളും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കാരണം പിണറായി വിജയന് മുന്നിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരായി ഒരു ED കേസിന് മുന്നിൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ എല്ലാ കേന്ദ്രങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കണ്ടത്. എന്തായാലും ഇന്നു മുതൽ അത് CPM മാത്രമല്ല LDF മുന്നണി തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFന്റെ അകത്തുള്ള എല്ലാ മുന്നണികളും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തും. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തീർക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് CPMന്റെ ഭാഗമായി പല ജില്ലാ കേന്ദ്രങ്ങളിൽ പന്തംകൊളുത്ത് പ്രകടനങ്ങളും അല്ലാത്ത പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി ഉണ്ടായിരുന്നു. ഇന്ന് മറ്റു കേന്ദ്രങ്ങൾ കൂടി പ്രത്യേകിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് EDക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസ് കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ED ഉദ്യോഗസ്ഥരെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കുള്ളത് എന്ന് പറയുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് 12 പേരെയാണ്. അതിൽ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയും ഈ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നിന്ന് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായില്ല. കാരണം അവർ പറയുന്നത് പോലീസിന്റെ പോലീസ് കവചം തീർത്തിരുന്ന സ്ഥലത്ത് വെച്ചാണ് ED ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റത്. അതുകൊണ്ട് തന്നെ ഈ 12 പേരുടെ അറസ്റ്റ് അവർക്ക് നിർണായകമെന്നാണ് DCP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മറ്റുള്ളവരുടെ കൂടി അറസ്റ്റ് പൂർത്തിയാക്കുമെന്നുള്ള ഒരു കാര്യമാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഒരു പോലീസ് EDക്കെതിരായിട്ടുള്ള CPM പ്രവർത്തകരുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഗവർണർ DGPയോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. കാരണം ED ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെത്തിയത് അവരുടെ കൃത്യനിർവഹണത്തിനായാണ്. അവിടെയാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ പോലീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് CPM പ്രവർത്തകരെ നേരിടാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഈ അതിക്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് DGPയോട് ഗവർണർ ആരാഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി ഗവർണർ തേടാനും സാധ്യതയുണ്ട്. ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കൻ ആക്രമണം. സൈന്യത്തിനും വാണിജ്യ ഗതാഗതത്തിനും ഭീഷണിയായ സ്ഥലം ലക്ഷ്യമിട്ട് ഇറാനിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. അമേരിക്ക ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ധാരണാപത്രം കെട്ടിച്ചമച്ചതെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാനും ഒമാനും ചേർന്ന് നിയന്ത്രിക്കുമെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തർക്കം, ആക്രമണം അത് തുടരുമല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. ഉന്മേഷ് പറഞ്ഞതുപോലെ ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സേനയ്ക്കും അതുപോലെ അതുവഴി പോകുന്ന കൊമേഴ്ഷ്യൽ ഷിപ്സിനുമൊക്കെ ത്രെറ്റ് ഉണ്ടാക്കുന്ന ചില കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെയാണ് അമേരിക്കൻ സൈന്യം മിന്നലാക്രമണം അഴിച്ചുവിട്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ഒരു 5ാമത് ഒരു ഡ്രോൺ അമേരിക്കയുടെ ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കുവാനായിട്ട് ഇറാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു ഈ ആക്രമണം. അതായത് ഇതിനു മുമ്പ് ഒരു 4 ഇറാനിയൻ ആക്രമണ ഡ്രോണുകൾ ഇവിടെ നിന്ന് അമേരിക്കൻ സൈന്യത്തിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു. ഇതൊക്കെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിടുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ബന്ദർ അബ്ബാസിന് സമീപം അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് 3 സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാന്റെ തന്നെ വാർത്താ ഏജൻസിയായ ഫാർസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് പുലർച്ചെ 1:30 ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത്. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഈ ബന്ദർ അബ്ബാസിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജീവമാക്കിയിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. നേരത്തെ ഇതേ പ്രദേശത്ത് ഒരു ഡ്രോൺ കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണമൊക്കെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പുതിയ സ്ഫോടനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് ജലപാതയിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം 1 മാസത്തിനുള്ളിൽ യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുമെന്നും അതുപോലെ ഈ ഗതാഗതത്തിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും സംയുക്തമായി നിർവഹിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഡീലിന്റെ ഒരു ഡ്രാഫ്റ്റ് കണ്ടതായിട്ട് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമൊക്കെ പിൻവലിക്കുമെന്നൊക്കെ ഈ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെയുള്ള അമേരിക്കൻ സൈനികരെയും യുദ്ധക്കപ്പലുകളെയും
റിപ്പോർട്ടുകളെയും പിൻവലിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഡ്രാഫ്റ്റിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ കടലിടുക്കിന്റെ ഹോർമൂസിന്റെ നിയന്ത്രണം ആർക്കും വിട്ടു നൽകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് എന്നത് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അവിടെ ഒരു രാജ്യത്തിനും പ്രത്യേക നിയന്ത്രണം അനുവദിക്കില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഈ മാധ്യമ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ വളരെ രൂക്ഷമായ ഭീഷണി മുഴക്കുന്നതൊക്കെ ഈ ക്യാബിനറ്റ് യോഗത്തിൽ കേൾക്കാമായിരുന്നു. അതായത് ഈ കടലെടുക്കൊന്നും ആരും നിയന്ത്രിക്കാൻ പോകുന്നില്ല, അത് മാത്രമല്ല ഒമാൻ മര്യാദയ്ക്ക് പെരുമാറണം, അല്ലെങ്കിൽ അവരെ തകർക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭീഷണിയും ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ ഉയർത്തിയിട്ടുണ്ട്. കൃഷ്ണ, ഉന്മേഷ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വജ്രവും സ്വർണവും മോഷണം പോയെന്ന DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കവടിയാർ കൊട്ടാരത്തിൽ നടന്ന മോഷണത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. രണ്ടിടങ്ങളിൽ നിന്നും 6 മാസം മുൻപാണ് സ്വർണം കാണാതായത്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജിബിൻ, ഈ റിപ്പോർട്ടിന് പിന്നാലെ എന്ത് നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്? ജിബിൻ. ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വരുന്നത്. ഇതിലാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളെ അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും മോഷണം പോയെന്നുള്ള വിവരം പുറത്തറിയുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാലം എന്ന് പറയുന്നത് 6 മാസം മുമ്പാണ് ഈ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച വൈരനാമം എന്ന് പറയുന്ന വജ്രാഭരണം മോഷണം പോയതായി പറയുന്നത്. അത് 6 മാസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി പുറത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് രേഖകളിൽ പറയുന്നത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ വൈരനാമം ഇതുവരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾ അവർ നേർച്ചയായി നൽകുന്ന സ്വർണ്ണാഭരണങ്ങളുടെ അളവിലും വലിയ രീതിയിലുള്ള കുറവ് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സൂചിപ്പിക്കുന്ന സമയമെന്ന് പറയുന്നത് 6 മാസം മുൻപാണ്. ഈ 6 മാസം മുൻപ് തന്നെയാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും മോഷണം പോയതായി പരാതിയിൽ പറയുന്നത്. അതായത് സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിലുള്ള മാസങ്ങളിൽ പുറത്തു നിന്നുള്ള ആരോ ഒരാൾ അതിക്രമിച്ച് കയറി ഗൗരി ലക്ഷ്മി ബായിയുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ക്ഷേത്ര ഭരണസമിതി പറയുന്ന അങ്ങനെ ഒരു സംഭവം തന്നെ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. മോഷണം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയും ചെയ്തത്. പക്ഷേ DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും മോഷണം പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്കും അതുപോലെ തന്നെ അമൂല്യ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഇനി മുതൽ പ്രവേശനം എന്ന് പറയുന്നത് കർശന വിലക്കുണ്ടായിരിക്കും. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കുൾപ്പെടെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഇനി മുതൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ രണ്ട് മോഷണവും സംബന്ധിച്ച് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട 2 കേസിലും വിശദമായ അന്വേഷണം ഉടൻ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്. ശരി, ജിബിൻ JBയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിലെ ആരോപണങ്ങൾ തള്ളി കോയിംറ്റ് എഡ്യൂസെക് CEO VSN രാജു. ലഭിച്ചത് 1-2 പരാതികൾ മാത്രമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഉത്തരക്കടലാസുകൾ മാറിപ്പോയത് മാനുഷിക പിഴവാകാമെന്നും വിശദീകരണത്തിലുണ്ട്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചുമതല എഡ്യൂടെക് സ്ഥാപനമായ കോഎംറ്റിന് നൽകിയത് ചട്ടവിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് CBSEയുടെ പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ഈ CBSEയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നു. അത് കേവലം മാനുഷികമായ ചില മിസ്റ്റേക്കുകൾ ആകാം, അത് വ്യാപകമായ ഒരു പ്രശ്നമല്ല എന്നൊരു വിശദീകരണമാണല്ലോ ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും CBSEയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ഒഴിവാക്കാനാവുമോ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ക്രിസ്റ്റീന, ഇത് വെറും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതും അതുതന്നെയാണ്. ഈ പല തലങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പങ്കുവയ്ക്കുന്നുണ്ട്, അതിൽ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനൊടുവിലാണ് രാഹുൽ ഗാന്ധി ഈ കേന്ദ്ര സർക്കാരിനെതിരെ CBSEക്കും നീറ്റിനും എതിരെ ആരോപണവുമായി
രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത് എന്നും CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം അതിന് പിന്നിൽ വൻ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുമുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചുമതല കോഎംഡ് എഡുടെക് എന്ന സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായാണെന്നും 2019 തെലങ്കാനയിൽ പരീക്ഷയുടെ ചുമതല ഇവർക്കുണ്ടായിരുന്നുവെന്നും ആ സമയത്തുണ്ടായ പാളിച്ചകൾ പരിഗണിക്കാതെയാണ് ഈ കമ്പനിക്ക് ഈ കരാർ നൽകിയത് എന്നുമുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് CBSE രംഗത്തെത്തി. ഈ കമ്പനിക്ക് തന്നെയാണ് കരാർ നൽകിയിരിക്കുന്നതെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് CBSE. എന്നാൽ ചട്ടപ്രകാരം തന്നെയാണ് ഈ കരാർ നൽകിയത് എന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുമാണ് CBSEയുടെ വിശദീകരണം. അതേസമയം ഈ കമ്പനി CEO തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉയർന്നു വന്ന പരാതികൾ അത് ചുരുക്കി കാണിച്ചുകൊണ്ട് 1-2 ആക്ഷേപങ്ങൾ മാത്രമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ഈ കമ്പനി CEO രാജു അവകാശപ്പെടുന്നത്. മറ്റ് ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ ഉത്തരപേപ്പറുകൾ മാറിപ്പോയ വിഷയം, അത് സംബന്ധിച്ചാണ് വലിയ ആശങ്ക കഴിഞ്ഞ ദിവസം ഉയർന്നത്. അത് മാനുഷികമായ പിഴവായിരിക്കാം എന്നുമുള്ള വിശദീകരണമാണ് കമ്പനി നൽകുന്നത്. അതേസമയം കഴിഞ്ഞ വേദാന്ത് എന്ന ഡൽഹി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് മാറ്റി നൽകാം എന്ന് CBSE അറിയിച്ച പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുകയാണ്. 3 വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ CBSEക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ 2 ദിവസത്തിനകം തന്നെ മറുപടി നൽകിയില്ലെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ 2 ദിവസത്തിനകം തന്നെ തങ്ങളുടെ യഥാർത്ഥ ഉത്തരപേപ്പറുകൾ ലഭ്യമാക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. UDF പ്രകടന പത്രികയിലും ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഊന്നിയാകും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ്. ജിബിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആ കരടിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിനപ്പുറമായി മറ്റൊന്നും പ്രസംഗത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. അത് തന്നെയാണ്. കാരണം തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ നയപ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെയാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. ഇതിൽ പുതിയ സർക്കാരിന്റെ, പ്രത്യേകിച്ച് UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഊന്നിയ കാര്യങ്ങളായിരിക്കും നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ കരട് നയപ്രഖ്യാപനത്തിന്റെ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വയോജനക്ഷേമ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, മദ്യനയം, അതുപോലെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ, ഇവയ്ക്കൊക്കെ ഒരു മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഉന്മേഷ്. കർണാടകയിൽ അധികാര കൈമാറ്റത്തിൽ അന്തിമ തീരുമാനമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് രാജിവെച്ചേക്കും. രാജിക്ക് മുന്നോടിയായി സിദ്ധരാമയ്യ പ്രഭാത ഭക്ഷണത്തിനായി DK ശിവകുമാറിനെ ക്ഷണിച്ചിട്ടുണ്ട്. 3 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥാനമൊഴിയാൻ കൂട്ടാക്കാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം സിദ്ധരാമയ്യ രാജിക്കൊരുങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ഗവർണറെ കാണാൻ ഇന്നലെ അനുമതി തേടിയിട്ടുണ്ട്. ശേഷിക്കുന്ന 2 വർഷം ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. രാജ്യസഭാ സീറ്റും മകൻ യതീന്ദ്രയെ മന്ത്രിയാക്കാമെന്ന ഉറപ്പിന്മേലുമാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ നടപടികൾ അടക്കമുള്ളവയിൽ തീരുമാനമുണ്ടാവുക. കർണാടകയിൽ സിദ്ധരാമയ്യ യുഗം അവസാനിക്കുന്നു. കാലങ്ങളായി നീണ്ടുനിന്ന കസേര കളികൾക്കൊടുവിൽ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് വിട്ടുനൽകുകയാണ്. മകന് സുരക്ഷിത സ്ഥാനം നൽകണമെന്ന ഉറപ്പിന്മേലാണ് സിദ്ധരാമയ്യയുടെ പിൻവാങ്ങൽ. 5 വർഷങ്ങൾക്ക് ശേഷം ആധികാരിക വിജയത്തോടെയാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആയിരുന്നതിൽ വലിയ ചർച്ചകൾ നീണ്ടു. 136 സീറ്റുകൾ നേടാൻ സംഘടനയെ പ്രാപ്തമാക്കിയത് DK ശിവകുമാർ ആണെന്നും മുഖ്യമന്ത്രിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. സിദ്ധരാമയ്യ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. സിദ്ധരാമയ്യ 2.5 വർഷം മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തു. എന്നാൽ 2 വർഷമായപ്പോൾ തന്നെ നേതൃമാറ്റ ചർച്ചകൾ DK പക്ഷം സജീവമാക്കി. കഴിഞ്ഞ നവംബറിൽ 2.5 വർഷം പൂർത്തിയാക്കിയെങ്കിലും സ്ഥാനമൊഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല. DK പക്ഷം ആവശ്യം ശക്തമാക്കിയതോടെ ദളിത് മുഖ്യമന്ത്രി എന്ന ആവശ്യം ചർച്ചയാക്കി നേതൃത്വത്തെ സിദ്ധരാമയ്യ പക്ഷം വെട്ടിലാക്കി. സിദ്ധരാമയ്യ പക്ഷക്കാരനായ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയെ
മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു ആവശ്യം. ഒടുവിൽ മെയ് മാസത്തോടെ 3 വർഷം പൂർത്തിയാക്കിയ സിദ്ധരാമയ്യ അധികാരമൊഴിയില്ല എന്ന സന്ദേശം നൽകിയതോടെയാണ് ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് രാജിവെക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് സിദ്ധരാമയ്യക്ക് നൽകിയ അന്തിമ നിർദ്ദേശം. ഒടുവിൽ മഞ്ഞുരുകൽ. ഇനി കർണാടകയിൽ DK ശിവകുമാർ യുഗം. 24 ബംഗളൂരു. അണ്ണാ DMK പിളർപ്പിൽ സമവായമായെങ്കിലും വിമത വിഭാഗം നേതാവ് CV ഷൺമുഖം ഇടഞ്ഞു തന്നെ. പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ എടപ്പാടി K പളനിസ്വാമി മുന്നോട്ട് വെച്ച നിബന്ധനകളാണ് CV ഷൺമുഖത്തെ ചുടിപ്പിച്ചത്. മാപ്പെഴുതി നൽകണമെന്നാണ് എല്ലാ MLA-മാരോടും EPS ആവശ്യപ്പെട്ടത്. എന്നാൽ CV ഷൺമുഖം ഇതിന് തയ്യാറല്ല. ഇന്നലെ മുതിർന്ന നേതാക്കൾ ഷൺമുഖത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. CV ഷൺമുഖം MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്നും സൂചനയുണ്ട്. അണ്ണാ DMK-യിലെ ഇരുപക്ഷവും സ്പീക്കർക്ക് നൽകിയ പരാതികളും കത്തുകളും ഇന്നലെ പിൻവലിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനം ഇന്ന് അറിയിക്കുമെന്ന് സ്പീക്കർ JCD പ്രഭാകർ അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ജോസഫ് വിജയുടെ ഡൽഹി സന്ദർശനം തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാനും വിജയ് സമയം തേടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുമായും വിജയ് കൂടിക്കാഴ്ച നടത്തും. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച തിരുവള്ളുവർ പ്രതിമയും വിജയ് ഇന്ന് അനാച്ഛാദനം ചെയ്യും. ഇന്നലെ ഡൽഹിയിലെത്തിയ വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു. കായംകുളം കറ്റാനത്ത് ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. ആദ്യ കെട്ടിടത്തിൽ തീ പടർന്നപ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് മാറ്റാനായത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രാത്രി ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു തീപിടുത്തമാണ്. വളരെ സമയമെടുത്തതിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. സമീപത്തുള്ള മേഖലകളിലേക്കും തീ പടർന്നു പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം? കൃഷ്ണ ഉന്മേഷ്, ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കറ്റാനം KP ജംഗ്ഷനിലുള്ള 4 നില കെട്ടിടത്തിൽ ആദ്യം തീ പടരുന്നത്. അത് നിയന്ത്രണ വിധേയമായിരുന്നില്ല. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും ഈ 4 നില കെട്ടിടത്തിന് പിന്നിലുള്ള 2 വീടുകളിലേക്കും തീ പടർന്നു. ഇതോടുകൂടിയാണ് സാഹചര്യം ഗുരുതരമായി മാറിയത്. പിന്നീട് സമീപ ജില്ലകളിലടക്കം 25 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ജോലികൾ ആരംഭിച്ചത്. ഈ യൂണിറ്റുകളിലെല്ലാം വെള്ളം പൂർണ്ണമായും തീർന്നിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ 2:30യോടുകൂടിയാണ് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കുവാനും അണയ്ക്കാനും കഴിഞ്ഞത്. എന്തായാലും ഈ 4 നില കെട്ടിടത്തിൽ ഫർണിച്ചർ കട, ഒപ്പം ഈ കുട്ടികളുടെ സ്കൂൾ ബാഗുകളടക്കം സ്കൂൾ കിറ്റുകൾ വിൽക്കുന്ന സ്ഥാപനം, അതിനു പുറമെ ഒരു ജിംനേഷ്യം 4-ാം നിലയിലും 3-ാം നിലയിലും പ്രവർത്തിച്ചിരുന്നു. ഇവിടെ എല്ലാം വലിയ ആളുകൾ പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ കഴിയുന്നത് വരെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ആരെങ്കിലും അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും പുലർച്ചെ 2:30യോടുകൂടി മാത്രമാണ് ഫയർ യൂണിറ്റ് അംഗങ്ങൾക്ക് കെട്ടിടത്തിനകത്തേക്ക് കയറാൻ സാധിച്ചത്. ആളുകളില്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും കോടികളുടെ നാശനഷ്ടം ഈ കെട്ടിടങ്ങളിലും വീടുകളിലും ഉണ്ടായ തീപിടുത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തം എന്ന കാരണത്തിൽ ഫയർഫോഴ്സ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നേരിട്ട് ഈ സ്ഥലത്ത് ഒരു പരിശോധനയും നടക്കും. തീർച്ചയായും. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 60% വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി. ഏജൻസിക്ക് 1227 ജീവനക്കാരെ അധികമായി അനുവദിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ക്രിസ്റ്റീന, ഈ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായി ഉയരുന്നതിനിടെയാണ് ഈ ഏജൻസിയെ ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 60% അധികം ജീവനക്കാരെ അധികമായി അനുവദിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. ഏജൻസിക്ക് ഇതോടെ 1227 അധിക ജീവനക്കാരെ ലഭിക്കും. ഉദ്യോഗസ്ഥരുടെ എണ്ണം നിലവിലുള്ള 2029 നിന്നും 3256 വർദ്ധിക്കും. ഇഡിയിലെ കേഡർ പുനഃസംഘടനയ്ക്കാണ് 15 വർഷത്തിന് ശേഷം ധനമന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ്, ലീഗൽ,
എഡ്യൂക്കേഷൻ വെർട്ടിക്കലുകൾ ഉൾപ്പെടെ 6 കേഡറുകളിലായാണ് ഇത്ര 1227 പേരെ വർദ്ധിപ്പിക്കുന്നത്. 803 പേരെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റാങ്കിലും 606 പേരെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ റാങ്കിലേക്കും 531 പേരെ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ റാങ്കിലേക്കുമാണ് നിയമിക്കുക. ഇതടക്കമാണ് ഈ 1200-ലേറെ പേർക്ക് നിയമനം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ധനമന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന് ഇന്ന് കോഴിക്കോട് പൗരാവലിയുടെ സ്വീകരണം. കോഴിക്കോട് ബീച്ചിലെ സമുദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന MP വീരേന്ദ്രകുമാർ അനുസ്മരണത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. രാവിലെ പാണക്കാട് എത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട ശേഷം ഉച്ചയോടെയാകും മുഖ്യമന്ത്രി കോഴിക്കോടെത്തുക. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മൺസൂൺ കാറ്റ് ദുർബലമായതിനാൽ കാലവർഷം ഉടൻ എത്തില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്കൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് മഴ ശക്തമാകാൻ കാരണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ ഇതിഹാസ ക്രിക്കറ്റ് താരം വസീം അക്രം തന്റെ ബൌളിംഗ് ശൈലിയിലായിരുന്നു അക്രം ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ചത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പൊതുമാപ്പ് നൽകി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാൻ പൌരന്മാരും വിദേശികളും ഉൾപ്പെടെ 382 തടവുകാരെയാണ് സുൽത്താന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം മോചിപ്പിക്കുന്നത്. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തടവുകാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് പ്രത്യേക മാപ്പ് അനുവദിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. SMA രോഗം തളർത്തിയെങ്കിലും പഠന വഴിയിൽ തളരാതെ കാസർഗോഡ് ബദിയടുക്ക സ്വദേശി പ്രവിശ ഹയർ സെക്കൻഡറി ഫലം വന്നപ്പോൾ 83% മാർക്കോടെ 10 മാറ്റ് തിളക്കമുള്ള വിജയമാണ് ഈ മിടുക്കി നേടിയത്. സഹായി വയ്ക്കാമായിരുന്നിട്ടും നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ ഒറ്റയ്ക്കാണ് പരീക്ഷ എഴുതിയത്. ചക്രക്കസേരയിൽ സ്കൂളിലേക്ക്. ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്നതോടെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം. ബദിയടുക്ക നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി പ്രവിശ ഇത്തവണ പരീക്ഷ എഴുതിയത് ഇങ്ങനെയാണ്. ശാരീരിക പരിമിതി കണക്കിലെടുത്ത് പരീക്ഷ എഴുതാൻ സഹായിയെ വെക്കാമെങ്കിലും അതിനും പ്രവിശ തയ്യാറായില്ല. എന്തും നേരിടാമെന്ന മനക്കരുത്തോടെ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാതെ അവൾ നേടിയത് മിന്നും വിജയം. ഒരു A+ഉം മറ്റു വിഷയങ്ങളിൽ A ഗ്രേഡും നേടി 82% മാർക്ക് ലഭിച്ചപ്പോൾ പ്രവിശയ്ക്ക് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. സന്തോഷമുണ്ട്. മാർക്ക് കിട്ടിയതിൽ വിചാരിച്ചിട്ട് അത്ര കിട്ടുമെന്ന്. കിട്ടും, പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ തന്നെ എഴുതി. ഇനി ബയോളജി ശാസ്ത്ര വിഷയമെടുത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടണമെന്ന ആഗ്രഹവും അവൾ പങ്കുവെക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രവിശയുടെ കാലിന് ചെറിയ തളർച്ച അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്നുള്ള പരിശോധനയിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗം തന്റെ ശരീരത്തെ കീഴടക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. തുടർ ചികിത്സയും മകളുടെ ഭാവിയും ഓർത്ത് കുടുംബാംഗങ്ങൾ സങ്കടപ്പെട്ടപ്പോഴും പ്രവിശ പതറിയില്ല. ചികിത്സക്കിടയിൽ അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും CBSEയിൽ 83% മാർക്കോടെയാണ് 10ാം തരം പാസ്സായത്. ഇനിയും പഠിക്കണമെന്ന ഈ മിടുക്കിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് കുടുംബം ഒപ്പം ചേർന്നു. അമ്മയും ജ്യേഷ്ഠനുമടക്കം എല്ലാം ഉപേക്ഷിച്ച് സ്കൂൾ സമയം മുഴുവൻ അവൾക്ക് കൂട്ടിരുന്നു. സഹപാഠികളുടെയും അധ്യാപകരുടെയും പിന്തുണയും ഈ മിടുക്കിക്ക് കരുത്തായി. 24 മോർണിംഗ് ഷോയുടെ സ്ഥിരം കാഴ്ചക്കാരിയായ പ്രവിശ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ ആരാധിക കൂടിയാണ്. എപ്പോഴും രാവിലെ മോർണിംഗ് ഷോ കാണാറുണ്ട്. പിന്നെ SMA ഒരു കുട്ടിക്ക് 16 കോടി രൂപ വരെ ഇതിന് നല്ലോണം പ്രവർത്തിച്ചു സാറ്. അത് കണ്ടതിന് ശേഷം എനിക്ക് സാറിനോട് ഒരു ഹായ് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഒരു ബിഗ് ഹായ്. പ്രദീപ് നാരായണൻ,
24 കാസർഗോഡ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.